ശാസ്തമംഗലം ഇടപ്പഴിഞ്ഞി സുബ്രഹ്മണ്യ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു. ശാസ്തമംഗലം ഇടപ്പഴിഞ്ഞി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസ് ചവിട്ടിപ്പൊളിച്ച് തിങ്കളാഴ്ച രാവിലെ 11:30 പോലീസുകാർ BJP ഏരിയ സെക്രട്ടറി നെട്ടയം സ്വദേശി ബിനു RS, എസ് ഭാഗ് കാര്യവാഹക് കെ അഭിലാഷ്, നഗർ കാര്യവാഹക് അയ്യപ്പൻ, അനിൽകുമാർ, അയ്യപ്പൻ R അഭിലാഷ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ക്ഷേത്രമതിൽ ചാടിക്കടന്ന് മഫ്തിയിലെത്തിയ പോലീസുകാർ ആദ്യം ക്ഷേത്രം ഓഫീസ് പുറത്തുനിന്ന് പൂട്ടി. ഇതറിഞ്ഞ പ്രവർത്തകർ അകത്തുനിന്ന് വാതിൽ പൂട്ടി. ഇതോടെ ക്ഷേത്രത്തിന് പുറത്തുണ്ടായിരുന്ന പോലീസ് സംഘം അകത്തെത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അവിടെ ഉണ്ടായിരുന്നവരെ പിടികൂടുകയായിരുന്നു. ഞായറാഴ്ച വട്ടിയൂർക്കാവിലുണ്ടായ CPM BJP സംഘർഷത്തിന്റെ തുടർച്ചയായി പരാതിക്കാരായ BJP RSS പ്രവർത്തകരെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ BJP നേതാവ് ബിനുവിനെയും അയ്യപ്പനെയും പിന്നീട് പോലീസ് പ്രതിപ്പട്ടികയിൽ നിന്നും നീക്കി. തിങ്കളാഴ്ച ക്ഷേത്രം ഓഫീസ് ചവിട്ടി തുറന്നാണ് 6 പേരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ AR ക്യാമ്പിൽ വെച്ച് മർദ്ദിച്ചെന്ന് ആരോപണം. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് AR ക്യാമ്പിന് മുന്നിലും ജനറൽ ആശുപത്രിയിലും BJP പ്രവർത്തകർ സംഘടിച്ച് സംഘർഷാവസ്ഥയുണ്ടാക്കി. പോലീസ് കസ്റ്റഡിയിലെടുത്ത BJP കാച്ചാണി സെക്രട്ടറി ബിനുവിന്റെ കണ്ണും മുഖവും ഇടിച്ചു പൊട്ടിച്ച നിലയിലാണ്. അനിൽകുമാറിന് ശരീരത്തിൽ ക്ഷതങ്ങളുണ്ട്. ഇവരെ 2 പേരെയും വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. മറ്റു 4 പേരെയും ക്രൂരമായി മർദ്ദിച്ചുവെന്നും BJP ആരോപിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസത്തെ മർദ്ദനത്തിലാണ് ഇവർക്ക് പരിക്കേറ്റതെന്നാണ് പോലീസ് വാദം. പോലീസ് അസോസിയേഷന്റെ ഇടപെടലിനെ തുടർന്നാണ് അറസ്റ്റും മർദ്ദനവും നടന്നതെന്ന് BJP നേതാക്കളായ മേയർ VV രാജേഷ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ശ്രീലേഖ തുടങ്ങിയവർ പറഞ്ഞു. തുടർന്നും BJP പ്രവർത്തകന്റെ മുമ്പിൽ നഗ്നതാ പ്രദർശനവുമായി ബന്ധപ്പെട്ടാണ് കേസ് ഉണ്ടായതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വട്ടിയൂർക്കാവ് പോലീസ് കേസെടുക്കാതിരിക്കുകയും തുടർന്ന് ഒത്തുതീർപ്പിന് ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് BJP പ്രവർത്തകർ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇത് വെറും കഥയാണെന്നും BJP പരാജയഭീതി മൂലം വട്ടിയൂർക്കാവിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും വട്ടിയൂർക്കാവിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണെന്നും CPM ആരോപിച്ചു. ശാസ്തമംഗലം ഇടപ്പഴിഞ്ഞി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് BJP RSS പ്രവർത്തകർ ഗുണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നെന്നും ഈ ഓഫീസ് ഗുണ്ടകളുടെ താവളമായി മാറിയിരിക്കുന്നെന്നും CPM നേതാക്കൾ പറഞ്ഞു. ഉടൻ തന്നെ ഈ ഗുണ്ടകളെ ഈ ഓഫീസിൽ നിന്നും പുറത്തിറക്കി ചാണകം തളിച്ച് ഭക്തർക്ക് നല്ല നിലയിൽ ക്ഷേത്ര ദർശനത്തിനും ക്ഷേത്രകാര്യങ്ങളിലും ഇടപെടുന്നതിനുള്ള അവസരം സൃഷ്ടിക്കണമെന്നും ഇതിനായി അധികാരികൾക്ക് മുമ്പിൽ പരാതികൾ സമർപ്പിക്കുമെന്നും CPM നേതാക്കൾ പറഞ്ഞു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.